ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞു മക്കളെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ലിസാസുസിനൊരു സ്തുതി ചെല്ലാവോ? വെരി ഗുഡ്, നന്നായിട്ട് ചെല്ലിയല്ലോ. ഒരുമിച്ച് ഒന്നുകൂടി നമുക്ക് ചെല്ലാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖാണോ? കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സുഖാണോ? സന്തോഷമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ദാ ജിയന്നമോള് പറയുന്നുണ്ട് ഊട്ടിക്ക് പിക്നിക്കിന് പോയിന്ന്. ഒത്തിരിയേറെ പല നിറങ്ങളിലുള്ള പൂക്കൾ കണ്ടുവെന്ന്. എന്തോ ആണോ? ഇതാ ആൻമരിയ പറയുകയാണ്, വീടിൻ്റെ തൊട്ടടുത്ത് കുറേ പൂച്ചക്കുട്ടികളും കുറേ പട്ടിക്കുട്ടികളും ഡോഗൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ കണ്ടുവെന്ന്. ആണോ? ജിയന്ന വീണ്ടും പറയുകയാണ്, ഇതിനെയൊക്കെ ദൈവം സൃഷ്ടിച്ചതാന്ന് കൂട്ടുകാരോടെല്ലാം പറഞ്ഞു എന്ന്. നല്ല കുട്ടികളാട്ടോ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഇനി നമുക്ക് കുരിശ് വരച്ചുകൊണ്ട് തുടങ്ങണ്ടേ? കൈകൊട്ടി പിടിച്ചേ. ഒരുമിച്ച് ചേർന്ന് കുരിശ് വരയ്ക്കാം. നിങ്ങളാണെന്ന് ആദ്യം കുരിശ് വരയ്ക്കാൻ തുടങ്ങുന്നേ. ആരാ തുടങ്ങുന്നത് ഇന്ന്? കൊള്ളാലോ, കൺഗ്രാജുലേഷൻ ആൻമരിയ. ആൻമരിയ തുടങ്ങാമെന്ന്. ഓക്കെ, ഇത് ആൻമരിയ തുടങ്ങുന്നു. ഒരുമിച്ച് ചേർന്ന് നമുക്ക് വരയ്ക്കാം. തുടങ്ങിക്കോ. 1 2 3 സ്റ്റാർട്ട്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. ഒരു ചോദ്യം ചോദിക്കട്ടെ? കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ പറഞ്ഞില്ലേ പഴങ്ങൾക്കൊക്കെ നിറം കൊടുക്കണമെന്ന്. നിറം കൊടുത്തോ? എല്ലാവരും നിറം കൊടുത്തിട്ടുണ്ടോ? ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. എല്ലാ പഴങ്ങൾക്കും നിറം കൊടുത്തവര്. കൊള്ളാലോ, എല്ലാവരും മിടുമിടുക്കരാട്ടോ. കൺഗ്രാജുലേഷൻ. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. എന്ത് ഭംഗിയാ, ബ്യൂട്ടിഫുൾ ഫ്രൂട്ട്സ്. വെരി ഗുഡ്. ഇന്ന് നമ്മൾ ഏത് പാടാ പഠിക്കുന്നതെന്നറിയോ? ഇല്ല അല്ലേ? സിസ്റ്റർ പറഞ്ഞു തരട്ടെ. എല്ലാം ദൈവം സൃഷ്ടിച്ചു. എന്താ പഠിക്കുന്നത്? എല്ലാം ദൈവം സൃഷ്ടിച്ചു. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടില്ലേ? എന്തൊക്കെയാ കണ്ടത്? പൂക്കള് സൃഷ്ടിച്ചു. വീണ്ടും നമ്മൾ കണ്ടു പഴങ്ങള്, ഒത്തിരിയേറെ ഫ്രൂട്ട്സ് ഒക്കെ ദൈവം സൃഷ്ടിച്ചു അല്ലേ? ഇതെന്താണ്? സൂര്യൻ അല്ലേ? സൂര്യനെ ദൈവം സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു അല്ലേ? ഇതോ എല്ലാവർക്കും അറിയാലോ. ആകാശം, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എല്ലാം സൃഷ്ടിച്ചു അല്ലേ? വിശാലമായ ആകാശം, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അല്ലേ? എല്ലാം ദൈവം സൃഷ്ടിച്ചു. ഇതെന്താ? നല്ലൊരു പൂമ്പാറ്റ അല്ലേ? പറന്ന് പറന്ന് ഓരോ പൂക്കളിലും പോയിരുന്ന് തേൻ കുടിക്കുന്ന പൂമ്പാറ്റ. ഈ പൂമ്പാറ്റ ആരാ സൃഷ്ടിച്ചേ? ദൈവം സൃഷ്ടിച്ചു. കണ്ടോ? എല്ലാം ദൈവം സൃഷ്ടിച്ചു. നിങ്ങളെല്ലാവരും കണ്ടോ? ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. പ്രകൃതിയിലുള്ള എത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ള. നോക്കിയേ, പല നിറത്തിലുള്ള പൂക്കള്, വെളിച്ചം തരുന്ന സൂര്യൻ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, പകലും രാത്രിയും തിരിക്കാനായിട്ട് പകൽ വെളിച്ചം തരുന്ന സൂര്യൻ, രാത്രിയിൽ വെളിച്ചം തരുന്ന ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മനോഹരമായ പ്രകൃതി, ഒഴുകുന്ന പുഴ. പുഴയിൽ എത്ര മത്സ്യങ്ങളാ അല്ലേ? പിന്നെയോ പറന്ന് പറന്ന് നടക്കുന്ന പക്ഷികൾ. അതാരാ അങ്ങനെ കരയുന്നേ? കാക്ക അല്ലേ? അങ്ങനെ ആരാ കരയുന്നേ?
ആട് അല്ലെ ആട്ടുമാമ നിങ്ങളുടെ വീട്ടിലുണ്ടോ? കണ്ടോ, ഇവയൊക്കെ ആര് സൃഷ്ടിച്ചേ? ദൈവം. അപ്പോൾ എല്ലാം ദൈവം സൃഷ്ടിച്ചു. ആ പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ആഹാ, എല്ലാവർക്കും അറിയാലോ. എന്തായിരുന്നു? സ്വരമുയർത്തി പറ. ലോകം എത്ര സുന്ദരം. രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര്? വെരി ഗുഡ്, ദൈവം എല്ലാം സൃഷ്ടിച്ചു. എല്ലാം സൃഷ്ടിച്ച ദൈവത്തെ നമുക്കൊരു പാട്ട് പാടി സ്തുതിച്ചാലോ? പാട്ട് പഠിക്കാൻ ഇഷ്ടമാണോ കൂട്ടുകാർക്ക്? ഇഷ്ടമല്ലേ? എല്ലാവരും തുള്ളിച്ചാടുന്നുണ്ടല്ലോ പാട്ടെന്ന് പറയുമ്പോൾ. ഞാൻ നോക്കട്ടെ, ഏറ്റവും ആദ്യം ഈ പാട്ട് പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരാരൊക്കെയാന്ന് നോക്കുകയാണ്. സിസ്റ്ററിന് എല്ലാവരും ഇഷ്ടമാട്ടോ. ഞാനെൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ പപ്പായോടും എൻ്റെ വല്യപ്പച്ചയോടൊക്കെ പറഞ്ഞു, 1ാം ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാരെല്ലാവരും മിടുക്കരാന്ന്. എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് കൈ കോർത്ത് പിടിച്ചിട്ട് ഹായ് പറഞ്ഞേ. ഹായ്. ഒന്ന് കൈ വീശിക്കേ. ഹായ്. കൊള്ളാം. സിസ്റ്ററിൻ്റെ കയ്യേലൊന്ന് പിടിച്ചേ എല്ലാവരും. ഹായ്. ഞാൻ എല്ലാവരും കയ്യെ പിടിച്ചിട്ടുണ്ട്. ഇനി പാട്ടൊന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ഉത്തരം പറയേണ്ടത് ആരാന്നറിയോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. മിന്നിത്തിളങ്ങും തരജാലങ്ങളെ ആരാരുണ്ടാക്കി? മിന്നിത്തിളങ്ങും തരജാലങ്ങളെ ആരാരുണ്ടാക്കി? ആരാ ഉണ്ടാക്കിയേ? സ്വർഗത്തിൽ വാഴും ദൈവം, സ്വർഗത്തിൽ വാഴും ദൈവം. അപ്പോൾ ഓരോന്നും ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്താ പാടേണ്ടത്? സ്വർഗത്തിൽ വാഴും ദൈവം, സ്വർഗത്തിൽ വാഴും ദൈവം. പാടൂലേ? പാടാവുന്നൊരു പാടാം. മിന്നിത്തിളങ്ങും തരജാലങ്ങളെ ആരാരുണ്ടാക്കി? സ്വർഗത്തിൽ വാഴും ദൈവം, സ്വർഗത്തിൽ വാഴും ദൈവം. പാറി നടക്കും ചെറുപറവകളെ ആരാരുണ്ടാക്കി? പാറി നടക്കും ചെറുപറവകളെ ആരാരുണ്ടാക്കി? പാട്. സ്വർഗത്തിൽ വാഴും ദൈവം, സ്വർഗത്തിൽ വാഴും ദൈവം. ഇനി എന്താ നോക്കിയോ? നീന്തിത്തുടിക്കും ചെറുമത്സ്യങ്ങളെ ആരാരുണ്ടാക്കി? നീന്തിത്തുടിക്കും ചെറുമത്സ്യങ്ങളെ ആരാരുണ്ടാക്കി? സ്വർഗത്തിൽ വാഴും ദൈവം, സ്വർഗത്തിൽ വാഴും ദൈവം. ഒന്നുകൂടി സിസ്റ്റർ പാടാൻ പോവുകയാണ്. ഉത്തരം ഒരുമിച്ച് ചേർന്ന് പാടി സ്വരമുയർത്തി പറയണം. ആര് റെഡി? യെസ്. മിന്നിത്തിളങ്ങും തരജാലങ്ങളെ ആരാരുണ്ടാക്കി? സ്വർഗത്തിൽ വാഴും ദൈവം. ഒരുമിച്ച് പാടാം. സ്വർഗത്തിൽ വാഴും ദൈവം. ഇനി പാറി നടക്കും ചെറുപറവകളെ ആരാരുണ്ടാക്കി? പറഞ്ഞേ. സ്വർഗത്തിൽ വാഴും ദൈവം, സ്വർഗത്തിൽ വാഴും ദൈവം. നീന്തിത്തുടിക്കും ചെറുമത്സ്യങ്ങളെ ആരാരുണ്ടാക്കി? നീന്തിത്തുടിക്കും ചെറുമത്സ്യങ്ങളെ ആരാരുണ്ടാക്കി? സ്വർഗത്തിൽ വാഴും ദൈവം, സ്വർഗത്തിൽ വാഴും ദൈവം. എല്ലാവരും നന്നായിട്ട് പാടി. സിസ്റ്റർക്ക് ഇഷ്ടമായി കേട്ടോ. കൂട്ടുകാരെ, ഒരു കഥ കേൾക്കണ്ടേ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ആഹാ, എല്ലാവരും കൈബന്ധിച്ചല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ പേരെന്തായിരുന്നു? അന്നമോൾ. ഈ അന്നമോൾ എന്ത് ചെയ്തതെന്നറിയണോ? ഒരു ദിവസം പപ്പയോടും അമ്മയോടും പറയാ, പപ്പ അമ്മ, നമുക്ക് കുറെ മൃഗങ്ങളെയൊക്കെ കാണാൻ പോകാം. ദൈവം സൃഷ്ടിച്ച ഒത്തിരി പൂക്കളെയൊക്കെ പപ്പ കാണിച്ചു തന്നില്ലേ? എൻ്റെ അന്നമോളെ, പപ്പയ്ക്കിന്ന് സമയമില്ല. പറ്റില്ല പപ്പ, നമുക്കിന്ന് പോകാം. ഈ അന്നമോള് വാശി പിടിച്ചപ്പോൾ പപ്പ പറഞ്ഞു, എങ്കിലും നീ വാ പപ്പ, വണ്ടിക്ക് നമുക്ക് പോകാം. ഫോറസ്റ്റ് കണ്ടിട്ടുണ്ടോ? കാട് കണ്ടിട്ടുണ്ടോ?
ഈ അന്നമോളുടെ വീടിൻ്റെ തൊട്ടടുത്ത് വലിയൊരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. ഫോറസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും പപ്പ പറഞ്ഞു, അന്നമോളെ കാടിൻ്റെ ഉള്ളിലേക്ക് പോകരുത്, ദൂരെ നിന്ന് കാണിച്ചു തരും. ഈ കാടിൻ്റെ ഉള്ളിലുള്ള ഓരോ മൃഗങ്ങളെയും ആരാ സൃഷ്ടിച്ചെന്നറിയോ? ദൈവമാ സൃഷ്ടിച്ചേ. ദാ ഈ വീഡിയോ ഒന്ന് നോക്കിക്കേ, എത്രയെത്ര മൃഗങ്ങളാന്ന് നോക്കിക്കേ. ദാ ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞ പേരുകളൊന്ന് പറഞ്ഞേ. എലിഫന്റ്, കൗ, ഓക്കെ, പിന്നെ ഡോഗ്, പിന്നെ ഡക്ക്, പറക്കുന്ന മയില്, പിന്നെ കോഴിപ്പൂവൻ, പിന്നെ താറാവ്, പൂച്ചക്കുട്ടി അല്ലേ, മ്യാവൂ മ്യാവൂ അങ്ങനെ കരയുന്ന ആരാ? പൂച്ച അല്ലേ. ആടുണ്ടല്ലേ, ആടിങ്ങനെ കരയുന്ന എല്ലാവരും ഒന്ന് കരഞ്ഞു കേൾപ്പിച്ചേ. നിങ്ങളൊന്നുകൂടി ഒന്ന് കരഞ്ഞു കേൾപ്പിച്ചേ. അത് തന്നെ കണ്ടോ, എത്ര മനോഹരമായിട്ടാ ആട് കരയുന്നുണ്ട്. പട്ടിക്കുട്ടി എങ്ങനെ കുരയ്ക്കുക? തന്നെ, അങ്ങനെ തന്നെ ഉണ്ടോ? ഇവയൊക്കെ ആരാ സൃഷ്ടിച്ചേ? ദൈവമാണ് സൃഷ്ടിച്ചേ. അപ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന പക്ഷികള്, മൃഗങ്ങള്, പൂക്കള്, മരങ്ങള്, നമ്മളിന്ന് കാണുന്ന ഈ പ്രപഞ്ചം മുഴുവനും ആര് സൃഷ്ടിച്ചതാണ്? ദൈവമാണ് സൃഷ്ടിച്ചത് അല്ലേ? എങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. സിസ്റ്റർ പറഞ്ഞു തരുന്ന പ്രാർത്ഥന സ്വരം ഉയർത്തി എന്ന് ഏറ്റു ചൊല്ലണം. ചൊല്ലോ, ചൊല്ലാം, ഉറക്കെ ചൊല്ലണേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒന്നുകൂടി പറഞ്ഞേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം എല്ലാറ്റിനെയും ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചു. ഉറക്കെ പറ. ദൈവം എല്ലാറ്റിനെയും ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചു. നമ്മുടെ അന്നമോള് അതിശയത്തോടെ നോക്കുക, എന്തൊക്കെയാ ദൈവം സൃഷ്ടിച്ചേന്ന്. സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് അതിശയം തോന്നുന്നില്ലേ? വീടിന് ചുറ്റും എന്തൊക്കെയാ ഉള്ളത്? അപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സന്ധ്യയ്ക്ക് കുരിശ് വരയ്ക്കുമ്പോൾ പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഇരുന്നിട്ട് ഉറക്കെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് നന്ദി പറയണം. എങ്ങനെയാണെന്നറിയോ നന്ദി പറഞ്ഞ് പാടേണ്ടത്? സർവശക്തനായ ദൈവം, സർവം സൃഷ്ടി ചെയ്ത ദൈവം, സൃഷ്ടിയെല്ലാം ദൈവദാനം മഹത്വപൂർണം, സൃഷ്ടിയെല്ലാം ദൈവദാനം മഹത്വപൂർണം. വീണ്ടും, സർവശക്തനാഥനല്ലോ, സർവസൃഷ്ടിനാഥനല്ലോ. കൂട്ടുകാരെ, ഇല്ലായ്മയിൽ നിന്ന് ദൈവം എല്ലാം സൃഷ്ടിച്ചു അല്ലേ? അപ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയണം. എല്ലാവരും ഒന്ന് കൈകൊട്ടി പിടിച്ചേ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കുരിശ് വരച്ച് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ? കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.